നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ +2 കോമേഴ്സിന്റെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എന്താണ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ഒരു 4 പോയിന്റ് നമ്മളോട് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ദാറ്റ് ഈസ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഓർഗനൈസേഷന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തുമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു കാര്യം നമുക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഓർഗനൈസിങ് അതായത് ഒരു എക്സിക്യൂഷൻ പാർട്ട് അവർ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കുറച്ച് പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിലെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ എന്നൊരു പ്രോസസ് കൊണ്ട് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻസൈഡിൽ ഉണ്ടാകുന്ന ഒരു വൺ ഓഫ് ദ ബെനിഫിറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് the work is divided and is subdivided into convenient job. അതായത് ഓരോ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സിലൂടെ എന്താണ് ജോബുകൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്നത് എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഫോർ ദ കൺവീനിയന്റ് ജോബ്. ഒരു ജോബിന്റെ സിമിലാരിറ്റി ഒരു ജോബിന്റെയും എന്താണ് പ്രത്യേകത അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സിമിലർ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു ഡിപ്പാർട്ട്മെന്റ്. അതായത് ഓരോ കാര്യങ്ങൾ അതായത് റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന പല പല ജോബുകളുണ്ട്. അതായത് ഓരോ സെയിം സാധനം തന്നെയാണ്, ഒരു ആക്ടിവിറ്റി പല രീതിയിൽ നടക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന ലെവലിലോട്ട് എത്തിക്കുന്നു. Thus the organizing promotes specialization which turn into the efficient and the speedy performance of the task. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പ്ലേസിലോട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുന്നു. സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും മാത്രമല്ല അവിടുത്തെ വർക്കുകൾ അല്ലെങ്കിൽ ടാസ്കുകൾ എന്താണ് സ്പീഡായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കുന്നു. ഇത് ഏതിന്റെ ഒരു പാർട്ടായിട്ടാണ്, ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് എന്നൊരു പാർട്ടിന്റെ ഗുണമാണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാം. ഓർഗനൈസിംഗ് ഡിഫൈൻ ഈച്ച് ജോബ് ആൻഡ് ക്ലാരിറ്റി ഡിഫറൻഷിയേറ്റഡ് ദ വർക്ക് ഓഫ് വൺ ഫ്രം അതേഴ്സ്. It helps to improve the duplication of work and the fixation of responsibilities. എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് ഡിഫൈൻ ചെയ്യുന്നു ഓരോ ഈച്ച് ജോബും അവിടെ പറയുന്നത് അതിന്റെ ക്ലാരിറ്റി ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ വർക്ക് ഓഫ് ദ വൺ ഫ്രം അതർ. ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ജോബ് എന്താണ്, അവരെന്താ ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടതായിട്ട് വരിക. അതൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഇംപ്രൂവ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു വ്യക്തി ഒരു ജോബ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മാനേജർ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വേറെ ഒരു വ്യക്തികൾക്കും അല്ലെങ്കിൽ വേറൊരു മാനേജർക്കും ആ ഒരു വർക്ക് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മാനേജർ ചെയ്യുന്ന വർക്ക് ആയിരിക്കില്ല മറ്റൊരു എംപ്ലോയി ചെയ്യുന്നത്. ഈ സപ്പോസ് അപ്പൊ അങ്ങനെ ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താണ് അവർക്ക് മനസ്സിലാവും ഞാനിത് ക്ലിയർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും. സ്പെസിഫിക് ആയിട്ട് നല്ല രീതിയിൽ അത് ഏത് രീതിയിൽ നമുക്ക് അറ്റൈൻ ചെയ്ത് കൊടുക്കാം എന്നൊരു തിങ്കിങ് ആയിരിക്കും മാനേജേഴ്സിന് ഉണ്ടായി വരുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദാറ്റ് ഈസ് മാക്സിമം റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോപ്പർ അസൈൻമെന്റ് ഓഫ് ജോബ്, അവോയ്ഡ് ഓവർലാപ്പിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, result in preventing confusion and minimizing wastage of resources and effort. എന്താ ഇവിടെ പറയുന്നത്, that is optimal utilization of resources means നമുക്ക് ഉള്ള റിസോഴ്സിനെ എന്ത് ചെയ്യണം, മാക്സിമം പരമാവധി വേസ്റ്റേജ് കുറച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിനെ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ അസൈൻമെന്റ് ഓഫ് ജോബ്, അവോയ്ഡ് ഓവർലാപ്പിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതായത് നല്ല രീതിയിൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് ഓവർലാപ്പ് ഉണ്ടാവുന്നില്ല. അതായത് ഉദ്ദേശിച്ച രീതിയിൽ അപ്പുറം കടന്നു പോകാത്ത രീതിയിലുള്ള വർക്കുകളായിരിക്കും ആ വ്യക്തികൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രിവെന്റിംഗ് കൺഫ്യൂഷൻ ആൻഡ് മിനിമൈസിംഗ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് എഫേർട്ട്. അപ്പൊ കൺഫ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉദിക്കുന്നില്ല. ദാറ്റ് ഈസ് നോ കൺഫ്യൂഷൻ. ദാറ്റ് ഈസ് ഇന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്ര റിസോഴ്സസ് ഉണ്ട്, ഈ രീതിയിൽ ഇത്ര റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിക്കുന്നു. ദാറ്റ് ഈസ് നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ നാലാമത്തെ പോയിന്റ് എന്താ ഡിസ്കസ് ചെയ്യുന്നത്,
അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ചസ്. ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ മീൻസ് എന്ത് ചെയ്യുന്നത്, ഇഴുകി ചേരുക. നമ്മൾ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതുമായി പൊരുത്തപ്പെടാൻ ഈ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മളെ 100% സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ദ പ്രോപ്പർ അസൈൻഡ് ഓർഗനൈസിംഗ് സ്ട്രക്ചർ ഈസ് ഫ്ലെക്സിബിൾ. അതായത് നമ്മളവിടെ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഓർഗനൈസിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വെരി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്ലെക്സിബിൾ മീൻസ് എന്താണ്, ഓരോ ചേഞ്ചുകൾ ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് അനുസരിച്ച് എന്ത് ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ വർക്കുകളായിരിക്കും ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചേഞ്ച് വന്നാലും ഇന്റേണലി അത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് വർക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടെക്നോളജി, മാർക്കറ്റ്, പ്രോഡക്റ്റ്. ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളും അതുപോലെ തന്നെ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളും ടെക്നോളജികളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ഓർഗനൈസിംഗ് സഹായിക്കും. അല്ലെങ്കിൽ ഈ ഓർഗനൈസിംഗിന്റെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഈസ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കുകൾ എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. ജോബുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ദ ഓർഗനൈസിംഗ് പ്രൊവൈഡ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. അത് ഓർഗനൈസിംഗ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ ജോബ് എന്താണ്, അവരുടെ ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്തെന്നാണ് ക്ലിയർ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. This leads to avoid confusion and duplication. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള വ്യക്തികൾക്കും പേഴ്സൺസിനും എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൺഫ്യൂഷനും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് വർക്കുകളും അവിടെ ഉണ്ടാവുന്നില്ല. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് എനേബിൾ ദ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അതായത് ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വർക്ക് ചെയ്യേണ്ടതിനുള്ള ഒരു പർട്ടിക്കുലർ ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള എന്താണ് ഒരു ഗൈഡൻസ് അവിടെ കിട്ടിയിരിക്കും. അതിലൂടെ എന്ത് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ വർക്ക് നല്ല പ്രോപ്പർ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദിസ് ബ്രിങ്സ് എഫക്റ്റീവ്നെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവ്നെസ്, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ പാർട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മളെ ക്ലിയർ ആയിട്ട് സഹായിക്കുന്നു. ആറാമത്തെ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ മീൻസ് അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനും എംപ്ലോയീസിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഡെവലപ്മെന്റ്, ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓർഗനൈസിംഗ് പ്രൊവൈഡ് ക്രിയേറ്റിവിറ്റി അമംഗ് മാനേജേഴ്സ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യുന്നു, മാനേജേഴ്സിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാകാൻ സഹായിക്കുന്നു. ഏത് രീതിയിലാണ് സഹായിക്കുന്നത് നോക്കാം. ത്രൂ ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിലൂടെ എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്പിൽ സുപ്പീരിയർക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡെലിഗേഷൻ. ഡെലിഗേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് വർക്ക് എന്ത് ചെയ്യുന്നു, സുപ്പീരിയർ ആ വ്യക്തിയുടെ വർക്ക് എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ദ മാനേജർ ക്യാൻ ഗെറ്റ് ദ വർക്ക് റെഡ്യൂസ്ഡ് ബൈ അസൈനിങ് റൂട്ടീൻ ജോബ് ടു ദെയർ സബോർഡിനേറ്റ്. അതായത് റിപ്പീറ്റ് ആയിട്ട് ഒരു മാനേജർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് എന്ത് ചെയ്യുന്നു, ഒരു സെർട്ടൻ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് സബോർഡിനേറ്റിന് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ മാനേജറുടെ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ബൈ ഡൂയിങ് സോ, ഈ ഡെലിഗേഷൻ എന്ന പ്രോസസ്സ് സബോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ്. ദാറ്റ് ഈസ് അതുപോലെ സബോർഡിനേറ്റ് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ കഴിവ് തെളിയിക്കാൻ ഒരു സന്ദർഭമാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇന്നർ ക്വാളിറ്റീസ്, ദാറ്റ് ഈസ് സബോർഡിനേറ്റിന്റെ ഇന്നർ ക്വാളിറ്റീസ് ഡെവലപ്പ് ആകുന്നു. സോ ഈ ഡെവലപ്പ് ആകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ആകുന്നു. ആ വ്യക്തിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ന്യൂ മെത്തേഡ്സ് ആൻഡ് വേ ഓഫ് പെർഫോമിംഗ് ടാസ്ക്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു കേൾക്കാത്ത ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ സബോർഡിനേറ്റിന് പ്ലാൻ ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, ഏത് രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം, സുപ്പീരിയറുടെ നല്ല പേര് എനിക്ക് നേടിയെടുക്കാൻ പറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ മെത്തേഡുകളാണ് ഈ ഒരു പർട്ടിക്കുലർ സബോർഡിനേറ്റിന്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ പേഴ്സണൽ ഡെവലപ്പ് ആവുന്നു. ഇതാണ് നമ്മൾ ആറാമത്തെ പോയിന്റ് പറയുന്നത്. ഇത് ലാസ്റ്റ് പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, വെരി ഇമ്പോർട്ടന്റ് വൺ തന്നെ, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. എല്ലാം, അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ബിസിനസിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഒരു ഓർഗനൈസിംഗ് പ്രോസസ്സിലൂടെ എന്ത് സഹായിക്കുന്നു, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ആ ഒരു ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
Sound organization can alone provide smooth expansion and avoidance of problem caused by the rapid growth of an enterprises. അതായത് നല്ല രീതിയിൽ സൗണ്ട് മീൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഒറ്റ പാർട്ടിക്കുലർ, അതായത് നമ്മൾ 5 ഫംഗ്ഷൻസ് പറയുന്നത് ഈ ഒരു ഓർഗനൈസിങ് ഫംഗ്ഷൻസിലൂടെ തന്നെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേടിയെടുക്കാൻ സഹായിക്കുന്നു. ഒരു എന്റർപ്രൈസിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ടുള്ള നല്ല രീതിയിലുള്ള തീരുമാനം എടുക്കാനും ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ക്ലിയർ ആയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു 7 പോയിന്റിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായി കാണും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്തുമാത്രമാണ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് എത്രമാത്രമാണെന്ന് ഈ ഒരു 7 പോയിന്റിലുള്ള ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരം സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം. സോ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും